നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നത്തെയും പോലെ സ്വാഗതം. നമ്മൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമിന് ഒരുപാട് ലവേഴ്സ് ഉണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ ആകുമ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റും പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാട്ടാ. ഈ 1 കപ്പ് പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ml വരുന്നത്. അതായത് ഒരു 1/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിത് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാട നന്നായിട്ട് കെട്ടാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതുപോലത്തെ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 എണ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മുകളിൽ പഞ്ചസാരയൊക്കെ ആയിട്ട് ഉള്ളിൽ ക്രീമൊക്കെ ഉള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റില്ലേ, അത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏതെങ്കിലും ഒരു ബർബൺ ബിസ്ക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ആട്ടോ ഈ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 1.25 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇത് തിളയ്ക്കും ചെറുതായിട്ടൊന്ന്. അപ്പോൾ എന്നാലും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 1.25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിക്കോളും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലോട്ട്, അതായത് പാല് നന്നായിട്ട് ചൂടായി ഇരിക്കുമ്പോൾ തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 3 ഡയറി മിൽക്ക് ഇതുപോലത്തെയുള്ള സ്ക്വയർ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 40 രൂപയുടെ ഡയറി മിൽക്കാട്ടോ അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു 3 കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. അപ്പോൾ ചൂടാറുന്ന വരെ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം എടുത്തിട്ട് ഇതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അതായത് ഇപ്പോൾ ഈ കട്ടകളായിട്ട് കിടക്കുന്നതൊക്കെ അലിഞ്ഞ് നന്നായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. പിന്നെ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടാനായിട്ട് നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഷോറും പാത്രമാണ്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം ഇത് ഫ്രീസറിൽ നമ്മളൊരു 8 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണിക്കൂറിന് വ്യത്യാസം ഉണ്ടാവാം. അത് നിങ്ങളുടെ ഫ്രിഡ്ജിനനുസരിച്ചിട്ട് അതിൻ്റെ തണുപ്പിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് അതായോ എന്ന് ഇടയ്ക്ക് പോയി നോക്കേണ്ടി വരും. അപ്പോൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആയിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇത് സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പം അങ്ങനെ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇനി സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കേ വേണ്ടൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ. പിന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാവുന്ന, നമ്മളെപ്പോഴും വാങ്ങാവുന്ന സംഗതികളൊക്കെ ഇതിന് വേണ്ടു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കമൻസിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിലും അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല, തീരെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഇപ്പോൾ കൂടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി പുതിയ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോകളിലൂടെ നല്ല നല്ല രുചികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് നന്ദി. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.